നമസ്കാരം. ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. കുട്ടികളിലെ വയറിളക്ക രോഗങ്ങളെ എങ്ങനെ പ്രതിരോധിക്കാം എന്നതിനെക്കുറിച്ചാണ് ഹലോ ഡോക്ടർ ഇന്ന് സംസാരിക്കുന്നത്. നമുക്കൊപ്പമുള്ളത് കേരള ഡയറക്ടറേറ്റ് ഓഫ് ഹെൽത്ത് സർവീസസിലെ ORT വിഭാഗം അസിസ്റ്റന്റ് ഡയറക്ടർ ഡോക്ടർ ബിനോയ് എസ് ബാബു ആണ്. സ്വാഗതം ഡോക്ടർ. ഡോക്ടർ, ആദ്യം തന്നെ കുട്ടികളിൽ സാധാരണ കണ്ടുവരാറുള്ള വയറിളക്ക രോഗങ്ങൾ ഏതെല്ലാമായിരിക്കും? സാധാരണഗതിയിൽ നമ്മുടെ കുട്ടികളിൽ കണ്ടുവരുന്ന വയറിളക്ക രോഗങ്ങൾ ഒന്നുകിൽ അത് ബാക്ടീരിയ മൂലം ഉണ്ടാകുന്ന വൈറസ് ആയിരിക്കാം, ബാക്ടീരിയ മൂലം ഉണ്ടാകുന്ന രോഗമായിരിക്കാം, അല്ലെങ്കിൽ വൈറൽ അഥവാ വൈറസ് കൊണ്ടുണ്ടാകുന്ന അസുഖങ്ങളായിരിക്കാം, അതുമല്ലാന്നുണ്ടെങ്കിൽ പാരസൈറ്റിക് ഇൻഫെക്ഷൻസ് കൊണ്ടുണ്ടാകുന്നതായിരിക്കാം, അതുമല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇൻറ്റൻസ്റ്റൈനൽ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതുവഴി വരുന്നതായിരിക്കാം, അതുമല്ലെങ്കിൽ നമ്മുടെ മെഡിസിൻ്റെ റിയാക്ഷൻ മൂലം പോലും നമുക്ക് അസുഖങ്ങളുണ്ടാവാം. ഡോക്ടർ, അതുപോലെ തന്നെ എന്താണ് ഈ ഡയറിയ അല്ലെങ്കിൽ ഡിസെൻട്രി എന്നൊക്കെ പറയുന്നത്? നമ്മുടെ ഡെഫിനിഷൻ അനുസരിച്ച് നമ്മൾ ഡയറിയ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു 24 മണിക്കൂറിനുള്ളിൽ 3 അതിലധികം പ്രാവശ്യമോ വാട്ടർ കണ്ടൻറ്റ് കൂടുതലായിട്ടും സോളിഡ് കണ്ടൻറ്റ് കുറവായിട്ടും പോകുന്നതിനെയാണ് നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ ഡയറിയ എന്നുകൊണ്ട് നമ്മൾ ടേം ചെയ്യുന്നത് ഉദ്ദേശിക്കുന്നത്. ഡോക്ടർ, അതുപോലെ തന്നെ ഡയറിയ പലതരം ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. എത്ര തരം ഡയറിയ ഉണ്ട്? സാധാരണഗതിയിൽ പല രീതിയിലുള്ള ഡെഫിനിഷൻസ് അഥവാ വേർതിരിവ് നമുക്കുണ്ട്. പക്ഷേ സാധാരണഗതിയിൽ നമ്മൾ 3 തരത്തിലാണ് നമ്മൾ അത് അസസ് ചെയ്യുന്നത്. അതായത് കുട്ടികൾക്ക് ഡീഹൈഡ്രേഷൻ ഇല്ലാത്ത രീതിയിലുള്ള ഒരു ഡയറിയ, രണ്ടാമത് വിത്ത് സം ഡീഹൈഡ്രേഷൻ നമ്മൾ പറയും, അതായത് കുറച്ച് ഡീഹൈഡ്രേഷൻ നിർജ്ജലീകരണമുള്ള ഒരവസ്ഥയുള്ള ഒരു ഡയറിയ, മൂന്നാമത് സിവിയർ എന്നുള്ള രീതിയിലുള്ള ഒരു ഡയറിയ. അതിൽ ഈ സാധാരണഗതിയിലുള്ള അഥവാ ഈ വിത്തൗട്ട് എനി ഡീഹൈഡ്രേഷൻ ഉള്ള ഒരു ഡയറിയ ആണെന്നുണ്ടെങ്കിൽ നമുക്കത് വീടുകളിൽ തന്നെ നമുക്കത് മാനേജ് ചെയ്യാനായിട്ട് പറ്റും. അതിന് വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ ORSൻ്റെ പാക്കറ്റ് നമുക്ക് പൊട്ടിച്ച് അത് ഒരു 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി നമുക്കത് ഉപയോഗിക്കാം. അത് സൗജന്യമായിട്ട് തന്നെ നമ്മുടെ എല്ലാ സർക്കാർ ആശുപത്രികളിൽ നിന്നും അത് ലഭ്യമാണ്. അപ്പോൾ അത് ഉപയോഗിക്കുന്നത് തന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ 2 മാസം മുതൽ നമുക്കത് യൂസ് ചെയ്ത് തുടങ്ങാം. മീൻസ് 2 മാസം വരെയുള്ള കുട്ടികളൊക്കെ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു 5 ടീസ്പൂൺ വരെ നമുക്ക് വീട്ടിൽ വെച്ച് തന്നെ ഓരോ പ്രാവശ്യം ഓരോ പർജം നമ്മൾ പറയും, ഓരോ ടൈമും ഈ പറഞ്ഞ് പോകുന്നതനുസരിച്ച് ഒരു പ്രാവശ്യം പോവുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു 5 ടീസ്പൂൺ നമുക്ക് യൂസ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ 2 മാസം മുതൽ 2 വയസ്സ് വരെയുള്ള കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു ഗ്ലാസിൻ്റെ, അതായത് ഒരു 200 ml ഗ്ലാസ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു 1/4 ഭാഗം മുതൽ ഒരു 1/2 ഭാഗം വരെ, അതായത് ഒരു 50 ml to 100 ml വരെ നമുക്ക് ഓരോ പ്രാവശ്യവും പോകുമ്പോഴും നമുക്ക് അഡീഷണലായിട്ട് കൊടുക്കാം. 2 to 10 years ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ 1/2 ഗ്ലാസ് മുതൽ 1 ഗ്ലാസ് വരെ, അതായത് ഒരു 100 ml മുതൽ ഒരു 200 ml വരെ നമുക്ക് കൊടുക്കാം. 10 yearsന് മേളിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് മാക്സിമം കൊടുക്കാം. മീൻസ് അപ് ടു ഒരു 2 liters വരെ നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. ഡോക്ടർ, അതുപോലെ ഈ വയറിളക്ക രോഗങ്ങൾ പ്രതിരോധിക്കുന്നതിലും ചികിത്സിക്കുന്നതിനായും സർക്കാർ തലത്തിൽ എന്തെല്ലാം പ്രോഗ്രാമുകളാണ് ഇപ്പോൾ നിലവിലുള്ളത്? നമുക്ക് നാളെ മുതൽ നമ്മുടെ സംസ്ഥാനത്ത് നമ്മൾ ഇൻറ്റൻസിഫൈഡ് ഡയറിയ കൺട്രോൾ ഫോർട്ട്നൈറ്റ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം നമ്മൾ ചെയ്യുകയാണ്. അത് ചെയ്യുന്നതിൻ്റെ ഒരു ഉദ്ദേശം തന്നെ ഈ പറഞ്ഞ പോലെ ഡയറിയ മൂലം ഉണ്ടാകുന്ന അണ്ടർ 5 ഇയേഴ്സിലുള്ള, അതായത് 5 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ മരണം ഇപ്പോൾ നമ്മുടെ ഒരു ഗ്ലോബലി നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതൊരു വലിയൊരു ഇഷ്യൂ ആണ്. അതായത് ഏകദേശം 2ാമത്തെ കോസ് ഓഫ് ഡെത്ത് ഇൻ അണ്ടർ 5 ചിൽഡ്രൻ എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ അക്യൂട്ട് ഡയറിയൽ ഡിസീസസ് ആണ്. അപ്പോൾ അതുമൂലം ഉണ്ടാകുന്ന ഒരു മരണം ഒഴിവാക്കുക എന്നുള്ളതാണ് അതിന് മെയിനായിട്ടുള്ള ഉദ്ദേശം. പിന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ അങ്ങനെയുള്ളൊരു സിനാരിയോസ് വളരെ റെയർ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ പോലും നമുക്ക് പലപ്പോഴും ഈ പറഞ്ഞ പോലെയുള്ള വയറിളക്കം ഒരു പ്രതിസന്ധി സൃഷ്ടിക്കാറുണ്ട്, പ്രത്യേകിച്ചും കൊച്ചു കുട്ടികളിൽ. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ടാണ് നമ്മൾ ഈ ഒരു പ്രോഗ്രാം ചെയ്യുന്നത്. അത് നാളെ മുതലാണ് ഇത് ആരംഭിക്കുന്നത്. അതൊരു ഫോർട്ട്നൈറ്റ് ആയിട്ടാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് ഇപ്പം സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ഫെബ്രുവരി 14, അതായത് നാളെ മുതൽ 28-ാം തീയതി വരെയാണ്. ഫെബ്രുവരി 28-ാം തീയതി വരെയാണ് നമ്മൾ ഈ ഇൻറ്റൻസിഫൈഡ് ഡയറിയ കൺട്രോൾ ഫോർട്ട്നൈറ്റ് പ്രോഗ്രാം ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് നമ്മുടെ മെയിനായിട്ടുള്ള ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഓറൽ റീഹൈഡ്രേഷൻ സോൾട്ട്, അതുപോലെ നമ്മുടെ സിങ്ക് ഗുളികകൾ, ഇത് രണ്ടിനെയും കൂടെ നമ്മളൊരു ജോഡി നമ്പർ 1 എന്നാണ് പറയുന്നത്. അപ്പോൾ എപ്പോഴെങ്കിലും കുട്ടികൾക്ക് പ്രത്യേകിച്ചും അണ്ടർ 5 ചിൽഡ്രനിൽ ഇതുപോലെയുള്ള ഡയറിയും കാര്യങ്ങളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഇത് രണ്ടും നമ്മൾ ഉപയോഗിക്കണം എന്നുള്ളൊരു മെസ്സേജാണ് നമ്മൾ പാസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഒരു കണക്കനുസരിച്ച് 2015, 2017 സമയത്തുള്ള ഒരു ഡേറ്റ വെച്ച് നോക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ORS ഈ കുട്ടികൾക്ക്, അതായത് വയറിളക്കം ഉണ്ടാകുന്ന കുട്ടികൾക്ക് കിട്ടുന്നത് ഏകദേശം 60% മാത്രമാണ്. അതിൻ്റെ കൂട്ടത്തിൽ ഈ സിങ്കും കൂടെ കിട്ടുന്നതാണെങ്കിൽ വെറും 30% മാത്രമാണ്. അപ്പോൾ 2025 കൂടി ഈ ORSൻ്റെയും സിങ്കിൻ്റെയും ലഭ്യത ഈ പറഞ്ഞ വയറിളക്ക രോഗമുണ്ടാകുന്ന കുട്ടികൾക്ക് കിട്ടുന്നത്
അതിൻ്റെ പെർസെൻറ്റേജ് ഒരു 90% എങ്കിലും ആക്കുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടിയാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഈ ഒരു പ്രോഗ്രാം വിഭാവനം ചെയ്തിരിക്കുന്നത്. 2014 ഇത് സ്റ്റാർട്ട് ചെയ്തത്. അത് എല്ലാ വർഷവും ഇത് നടത്തി വരുന്നുണ്ട്. ഡോക്ടർ, ഒരു പ്രേക്ഷകൻ ചേരുന്നുണ്ട്. വൈറ്റിലിൽ നിന്നും ജിബിനാണ്. ജിബിൻ ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ ഡോക്ടർ. ഹലോ, പറഞ്ഞോളൂ. ഹലോ ഡോക്ടർ, എന്റെ കുട്ടിക്ക് 7 വയസ്സായി. 7 വയസ്സുണ്ട്. എപ്പോഴും രാവിലെ രാവിലെ എപ്പോഴും വയറുവേദനയാണ്. വയറുവേദന എന്ന് പറഞ്ഞാൽ ഏറ്റവും ദിവസങ്ങളില്ല, മിക്കപ്പോഴും ഉണ്ട്. ഒന്നിരാളം ഉണ്ടാവും. എപ്പോഴും കുത്തിപ്പിടിച്ചിട്ടുള്ള വയറുവേദനയാണ്. 7 വയസ്സായ കുട്ടിയാണ്. ഇതുവരെയും ആശുപത്രിയിലൊന്നും കൊണ്ടുപോയി കാണിക്കുകയും എടുക്കുകയും ചെയ്തില്ലായിരുന്നു? കാണിച്ചു. നമ്മുടെ വേറെ ഇളക്കാനുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിരുന്നു കുട്ടിക്ക്? കൊടുത്തായിരുന്നു. വേറെ ഇളക്കാനുള്ള മരുന്ന് കൊടുത്തിട്ടില്ല. ഈ അടുത്തൊരു മരുന്ന് തന്നായിരുന്നു, അത് കൊടുത്തായിരുന്നു. പിന്നെ വേറെ ഇളക്കാനുള്ള കുറച്ച് നാളായി കൊടുത്തിട്ട്. വേറെ എന്തെങ്കിലും വേറെ എന്തെങ്കിലും ചികിത്സകൾ എന്തെങ്കിലും അതിന്റെ ഭാഗമായിട്ട് എന്തെങ്കിലും പരിശോധനാ രീതികൾ എന്തെങ്കിലും അവലംബിച്ചിട്ടുണ്ടായിരുന്നു? അൾട്രാസൗണ്ട്, സോണോഗ്രാഫി പോലെയുള്ള ഇതുവല്ലതും ചെയ്തിട്ടുണ്ടായിരുന്നു? പനി അങ്ങനെ ശ്വാസം മുട്ടൊക്കെ ഓരോ നേരത്തെ കാണിക്കാറുണ്ട്. ഡോക്ടറെ തന്നെ കാണിക്കുന്നത്. അതുപോലെ യൂറിൻ പരിശോധിച്ച് നോക്കിയായിരുന്നു? മൂത്രം ടെസ്റ്റ് ചെയ്ത് നോക്കിയായിരുന്നു? ഇല്ല, യൂറിൻ നോക്കിയിട്ടില്ല. നമ്മളെ അടുത്തുള്ള പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ ഒന്ന് കൊണ്ടുപോയി കാണിച്ചാൽ മതി. അപ്പോൾ അവർ പടിപടിയായിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻസും കാര്യങ്ങളും എല്ലാം ചെയ്ത് അതിനുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് നിങ്ങൾക്ക് നൽകും. സാധാരണഗതിയിൽ കുട്ടികളൊക്കെ ആകുമ്പോഴത്തേക്ക് അവർക്ക് ഈ പറഞ്ഞ പോലെ ഈ വെള്ളം കുടിക്കാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് പല സമയത്തും നമ്മൾ കാണാറുണ്ട്. അപ്പോൾ അത് പ്രത്യേകിച്ചും അതിനുള്ളൊരു ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ സ്കൂളുകളിലെല്ലാം ഈ വെള്ളം കൊണ്ടുപോകാനും കുടിക്കാനും കുട്ടികളെ അറയ്ക്കുന്നത് നമ്മുടെ ആ സ്കൂളുകളിലൊക്കെ ഉള്ള ഒരു ബാത്റൂമിലെല്ലാം അതിൻ്റെ ഒരു സ്വകാര്യതയും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഉറപ്പുവരുത്താൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഈ കുട്ടികൾ ഇത് വെള്ളം കുടിക്കുകയും അതുപോലെ തന്നെ മൂത്രം ഒഴിക്കുകയും ചെയ്യും കൃത്യമായ ഇടവേളകളിൽ. അത് ചെയ്യാതിരുന്നു കഴിഞ്ഞാലുള്ള പ്രശ്നം ഇതുപോലെയുള്ള നമുക്ക് ഈ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ പോലെയുള്ള മൂത്രത്തിൽ പഴുപ്പ് പോലെയുള്ള അസുഖങ്ങൾ ഉണ്ടാകാൻ നമുക്ക് സാധ്യതയുണ്ട്. അപ്പോൾ അത് ഭാവിയിൽ ഒരുപാട് നമുക്ക് ദോഷം ചെയ്യും. ഈവൻ അത് നമ്മുടെ ഫെർട്ടിലിറ്റിയെ വരെ അഫക്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ തൊട്ടടുത്തുള്ള പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ ഒന്ന് കൊണ്ടുപോയി കാണിക്കുന്നത് നന്നായിരിക്കും. ജിബിന് വ്യക്തമായി കാണുമെന്ന് കരുതുന്നു. ഡോക്ടർ, നമ്മൾ സംസാരിച്ചു കൊണ്ടിരുന്നത് IDCF പ്രോഗ്രാമിനെ എല്ലാം പറ്റിയായിരുന്നു. ഇതിന്റെ ലക്ഷ്യങ്ങൾ അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത് നടപ്പിലാക്കുന്നത്? ഇതിൻ്റെ ഒരു ഗോള് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ 2-3 കാര്യങ്ങളാണ് നമ്മളിതുവഴി നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അതിൻ്റെ ഒരു സ്ട്രാറ്റജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് നമ്മുടെ ഫീൽഡ് ലെവൽ വർക്കേഴ്സ് ആയിട്ടുള്ള നമ്മുടെ ആശാ വർക്കേഴ്സ്, അക്രഡിറ്റഡ് സോഷ്യൽ ഹെൽത്ത് ആക്ടിവിസ്റ്റ്, അവർ നമ്മുടെ ഈ അണ്ടർ 5 ചിൽഡ്രനിൻ്റെ ഓരോരോ വീടുകളെല്ലാം ഐഡൻറ്റിഫൈ ചെയ്ത് ഡിസ്ട്രിക്റ്റിൽ വെച്ചിട്ടുണ്ട്. അപ്പം ഈ വീടുകളിലെല്ലാം മിനിമം നമ്മൾ ഒരു പാക്കറ്റ് ORS എത്തിക്കുക എന്നുള്ളതാണ്. അതുപോലെ 4 മുതൽ 8 വരെയുള്ള ഗ്രൂപ്പിലുള്ള അമ്മമാരെ, അതായത് ഈ അണ്ടർ 5 ചിൽഡ്രനുള്ള വീടുകളിലെ അമ്മമാരെ വിളിച്ച് ഒരു സ്ഥലത്ത് കൂട്ടി അവിടെ വെച്ച് അവർക്കിത് കൃത്യമായിട്ട് ഡെമോൺസ്ട്രേഷൻ ചെയ്ത് പറഞ്ഞു കൊടുക്കുന്നു ഇതെങ്ങനെയാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടതെന്നുള്ളത്. അത് ഒരു അവയർനെസ് ക്രിയേഷൻ്റെ ഭാഗമായിട്ടാണ്. അതുപോലെ തന്നെ ഈ സിങ്ക് ഗുളികകൾ കഴിക്കേണ്ടതിൻ്റെ ആവശ്യകതയും കൂടെ നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. കാരണം സിങ്ക് ഗുളികയുടെ സാധാരണഗതിയിലുള്ള നമ്മളൊരു ഡോസേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 മാസം മുതൽ 6 മാസം വരെ നമ്മൾ പകുതി ഗുളികയാണ് കൊടുക്കുന്നത്. കാരണം നമ്മുടെ സർക്കാർ സംവിധാനത്തിൽ നമുക്ക് ഒറ്റ ഒരു ഗുളികയേ ഉള്ളൂ, അത് 20 മില്ലിഗ്രാമിൻ്റെ ഗുളികയാണ്. അതേസമയം ഈ പറഞ്ഞ 2 മാസം മുതൽ 6 മാസം വരെയുള്ള കുഞ്ഞു കുട്ടികളാണെങ്കിൽ അവർക്ക് അതിൻ്റെ പകുതി മതിയാവും. അപ്പോൾ അത് നമ്മൾ വളരെ വൃത്തിയുള്ള ഒരു സ്പൂണിൽ തിളപ്പിച്ചാറ്റിയ വെള്ളത്തിൽ അതിലിട്ട് സ്പൂണിങ്ങനെ ആട്ടി നമുക്കത് അലിയിച്ച് കൊടുക്കാം. അതുമല്ലാന്നുണ്ടെങ്കിൽ അമ്മയുടെ മുലപ്പാലിൽ തന്നെ അത് ചാലിച്ച് നമുക്കത് കുട്ടികൾക്ക് കൊടുക്കാവുന്നതാണ്. പ്രത്യേകിച്ചും ഈ പറഞ്ഞ പോലെ ഈ വയറിളക്കം ഉള്ള കുട്ടികളൊക്കെ ആകുമ്പോൾ നമ്മൾ കൈ നല്ല രീതിയിൽ സോപ്പും വെള്ളവും ഉപയോഗിച്ച് കഴുകാതെ നമ്മളിത് ചെയ്യാനായിട്ട് പാടില്ല. അപ്പം ഈ പറഞ്ഞ പോലെ നമ്മുടെ ഈ കുട്ടികളുടെ അമ്മമാർക്കും ഇങ്ങനെ ഒരു അവബോധം സൃഷ്ടിക്കുക. അതുപോലെ അംഗൻവാടികളിലെല്ലാം നമ്മൾ ഈ സാധാരണഗതിയിൽ ഈ ഓരോ വർഷവും ഈ പരിപാടി ചെയ്യുന്നതിന് മുമ്പ് ഒരു ഇൻ്റർ ഡിപ്പാർട്ട്മെൻറ്റൽ മീറ്റിംഗ് നമ്മൾ കൺവീൻ ചെയ്യാറുണ്ട്. അപ്പോൾ അതിനു മുമ്പ് ബഹുമാനപ്പെട്ട സ്റ്റേറ്റ് മിഷൻ ഡയറക്ടറുടെ ചെയർമാൻഷിപ്പിൽ സ്റ്റേറ്റ് ലെവൽ ഒരു സ്റ്റിയറിംഗ് കമ്മിറ്റി കൂടിയതിന് അതിൽ നമ്മുടെ ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് ഡയറക്ടർ, അതുപോലെ അഡീഷണൽ ഡയറക്ടർ FW, അഡീഷണൽ ഡയറക്ടർ പബ്ലിക് ഹെൽത്ത്, അതുപോലെ സ്റ്റേറ്റ് ORT ഓഫീസർ, അതുപോലെ നമ്മുടെ സ്റ്റേറ്റ് മാസ് മീഡിയ ഓഫീസർ, അതുപോലെ നമ്മുടെ ചൈൽഡ് ഹെൽത്തിൻ്റെ നോഡൽ ഓഫീസർ എന്നിവരെല്ലാം സന്നിഹിതരായിരിക്കും. അതിനുശേഷമാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് ഇത് എന്നത്തേക്കാണ് നമ്മൾ നടത്തേണ്ടതെന്ന്. അതിനുശേഷം ഒരു ഇൻ്റർ ഡിപ്പാർട്ട്മെൻറ്റൽ മീറ്റിംഗ് വിളിക്കും. നമ്മൾ 11/1/2024 നമ്മൾ ഈ പറഞ്ഞ പോലെ സ്റ്റേറ്റ് ലെവൽ സ്റ്റിയറിംഗ് കമ്മിറ്റി കൂടിയത്. അപ്പോൾ അതിനുശേഷം 29 ജനുവരി 29 ഇൻ്റർ ഡിപ്പാർട്ട്മെൻറ്റൽ മീറ്റിംഗ് വിളിച്ചു.
അതിൽ ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകളും ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു ഡയറക്ഷൻസും കാര്യങ്ങളും എല്ലാം നമ്മുടെ മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയറിൻ്റെ ഗൈഡ് ലൈൻസിൽ പറയുന്നുണ്ട്. അത് അവരോട് നമ്മൾ കൺവേ ചെയ്തു. എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻ്റ് ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർ ഈ കുട്ടികൾക്ക് പ്ലഡ്ജ് കാര്യങ്ങൾ, അതായത് പ്രതിജ്ഞ, അതായത് നമ്മുടെ ഈ ഒരു പീരീഡിൽ, ഈ പറയുന്ന ഈ ഫോർട്ട്നൈറ്റ് പീരീഡിൽ അവർ ഇതിനെക്കുറിച്ച് അവെയർ ആണെന്നും ഈ ORSൻ്റെയും സിങ്കിൻ്റെയും യൂസേജ് എന്തിനാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെ ആവശ്യകതയും കാര്യങ്ങളും എല്ലാം അവർക്ക് മനസ്സിലാക്കാനുള്ള ശ്രമങ്ങൾ, അങ്ങനെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്നും ഒരു കൃത്യമായിട്ടുള്ളൊരു കോപ്പറേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിത് ചെയ്യാൻ പറ്റും. പ്രത്യേകിച്ചും നമ്മുടെ ഈ പാർട്ട്നേഴ്സായിട്ട് നമ്മൾ ഇൻവൈറ്റ് ചെയ്യാറുള്ള നമ്മുടെ IMA ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ, അതുപോലെ IAP ഇന്ത്യൻ അസോസിയേഷൻ ഓഫ് പീഡിയാട്രിക്സ്, അതുപോലെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ, അവരുടെ വാഷ് ആക്ടിവിറ്റി ഇൻ സ്കൂൾസ്. അപ്പം ഈ കൈ കഴുകുന്ന സ്ഥലത്തെല്ലാം ഈ നമുക്ക് കൈ കഴുകുന്നതിനുള്ള സ്റ്റെപ്സും കാര്യങ്ങളും അതിൻ്റെ എല്ലാം പോസ്റ്റേഴ്സൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ ഡിജിറ്റൽ പോസ്റ്റേഴ്സ് എല്ലാം ചെയ്ത് നമ്മുടെ വെബ്സൈറ്റിൽ, നമ്മുടെ DHSൻ്റെ വെബ്സൈറ്റിൽ, അതായത് DHS Kerala.gov.in, അതിനകത്ത് നമ്മുടെ പബ്ലിക് ഹെൽത്ത് ഡിവിഷനകത്ത് നമ്മൾ വാട്ടർ ബോൺ ഡിസീസസിനകത്ത് ഏകദേശം 20ഓളം ഡിജിറ്റൽ പോസ്റ്റേഴ്സ് ചെയ്തിട്ടിട്ടുണ്ട്. ഇന്നത്തോടുകൂടി ഒരു 10ഓളം പുതിയ പോസ്റ്റേഴ്സും കൂടെ ചെയ്ത് അതിനകത്ത് ഇടുന്നതാണ്. അതെല്ലാം നമുക്ക് ഡൗൺലോഡ് ചെയ്ത് ഈ കുട്ടികൾ ഹാൻഡ് വാഷിംഗ് ചെയ്യുന്ന ആ ഏരിയയിൽ നമുക്ക് അവിടെ വെച്ച് കുട്ടികൾക്ക് ഇതിനുള്ള വ്യക്തി ശുചിത്വത്തിൻ്റെ ഒരു ഇമ്പോർട്ടൻസും കാര്യങ്ങളും എല്ലാം ചെയ്തു കൊടുക്കാം. രണ്ടാമത്തെ ലെവലിൽ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫെസിലിറ്റി ലെവൽ സ്ട്രെങ്തനിങ് ആണ്. അതായത് നമ്മുടെ എല്ലാ PHSCകളിൽ, അതായത് പ്രൈമറി ഹെൽത്ത് സെൻറ്റേഴ്സിൽ, അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻറ്റേഴ്സിൽ, അല്ലെങ്കിൽ ഫാമിലി ഹെൽത്ത് സെൻറ്റേഴ്സിൽ, താലൂക്ക് ഹോസ്പിറ്റലിൽ, താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ഹോസ്പിറ്റലിൽ, ജില്ലാ ആശുപത്രികളിലെല്ലാം നമുക്ക് ORS സിങ്ക് കോർണേഴ്സ് ഫോർ ട്രീറ്റ്മെൻറ്റ് ഓഫ് ഡയേറിയ എന്നുള്ള രീതിയിൽ നമ്മളൊരു കോർണർ സജ്ജീകരിക്കും. അപ്പോൾ അവിടെ ഇരുത്തി നമുക്ക് ഈ പറയുന്ന അമ്മയും കുഞ്ഞും വരുമ്പം ഡോക്ടേഴ്സ് കണ്ടതിന് ശേഷം ആ ഒരു ORS സിങ്ക് കോർണറിലിരുത്തി ഈ കുഞ്ഞിന് ഈ അല്പാൽപമായിട്ട് ഈ ORS കൊടുക്കേണ്ടത് എങ്ങനെ എന്നൊക്കെ ഉള്ളത് ട്രെയിൻഡായിട്ടുള്ള സ്റ്റാഫ് നേഴ്സ് അവർക്ക് പറഞ്ഞു കൊടുക്കും. അതുപോലെ ഓരോ ദിവസവും ഈ പറഞ്ഞ പോലെ ഒരു ORS പാക്കറ്റ് പൊട്ടിച്ച്, അത് നമ്മൾ 1 ലിറ്റർ വെള്ളത്തിലാണ് കലക്കേണ്ടത്, അത് തിളപ്പിച്ചാറിയ വെള്ളത്തിലാണ് കലക്കേണ്ടത്. ഈ കലക്കുന്ന ആൾ മിക്കവാറും നമ്മുടെ നഴ്സിംഗ് അസിസ്റ്റൻ്റ് ആയിരിക്കും. അപ്പോൾ അതിന് അവരൊരു ചാർട്ട് അവിടെ പ്രിപ്പയർ ചെയ്ത് വെക്കും. അത് 24 അവേഴ്സിലായി അത് ഉപയോഗിച്ച് തീർക്കണമെന്നാണ്. അത് ഉപയോഗിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ അത് ഡിസ്കാർഡ് ചെയ്തതിന് ശേഷം വീണ്ടും നമ്മൾ പുതിയ ORS സൊല്യൂഷൻ അവിടെ കലക്കി വയ്ക്കണം. അപ്പോൾ ഇത് കഴുകുന്ന ആൾക്കാരുടെ ഈ പറഞ്ഞ പോലെ നമ്മുടെ നഖങ്ങളെല്ലാം വെട്ടി വൃത്തിയായി സൂക്ഷിക്കുക. അവർ കൈ സോപ്പ് ഉപയോഗിച്ച് കഴുകിയതിന് ശേഷമായിരിക്കണം വരേണ്ടത്. അവിടെ വെച്ചിരിക്കുന്ന വെസൽസ് എല്ലാം വളരെ ക്ലീൻഡ് ആയിരിക്കണം. അതുപോലെ ഇത് കലക്കി വെച്ചതിന് ശേഷം അത് നല്ല അടപ്പുള്ള പാത്രത്തിൽ വേണം വെക്കേണ്ടത്. അപ്പം ഇത് പ്രിപ്പയർ ചെയ്ത നഴ്സിംഗ് അസിസ്റ്റൻ്റ് പേര്, അവരുടെ ഒപ്പ്, അന്നത്തെ ഡേറ്റ്, അത് സൂപ്പർവൈസ് ചെയ്യുന്ന നഴ്സിംഗ് ഓഫീസറുടെ പേര്, ഒപ്പ്, അതിനെ സൂപ്പർവൈസ് ചെയ്യുന്ന നമ്മുടെ ഹെഡ് നഴ്സിൻ്റെ പേര്, ഒപ്പ്, ഇതെല്ലാം അവരൊരു ചാർട്ടായിട്ട് നമ്മൾ സൂക്ഷിക്കാറുണ്ട്. ഈ രീതിയിൽ വേണം നമ്മൾ ഈ ORS സിങ്ക് കോർണർ അത് സൂക്ഷിക്കാനായിട്ട്. അതുപോലെ അത് മിക്കവാറും നമ്മളത് ഈ ORS സിങ്ക് കോർണർ സ്റ്റാർട്ട് ചെയ്യേണ്ട ഒരു സ്ഥലം എന്ന് പറയുന്നത് തന്നെ നല്ല ബാത്റൂമിനൊക്കെ വളരെ തൊട്ടടുത്തായിരിക്കണം. അതായത് ടോയ്ലറ്റ് ഫെസിലിറ്റിക്ക് അടുത്ത് തന്നെ ആയിരിക്കണം. കാര്യം കുട്ടിക്ക് ഈ ടോയ്ലറ്റിൽ പോകണം എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അമ്മയ്ക്ക് ഉടനെ കുഞ്ഞിനെയും കൊണ്ട് ടോയ്ലറ്റിലോട്ട് പോകാനുള്ള ഒരു ഫീസിബിലിറ്റി അവിടെ ഉണ്ടായിരിക്കണം. അപ്പോൾ ആ രീതിയിലാണ് ORS സിങ്ക് കോർണേഴ്സ് എല്ലാം സെറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതാണ് നമ്മൾ ഫെസിലിറ്റീസിൽ ചെയ്യുന്നത്. ഇത് കൂടാതെ നമ്മുടെ എല്ലാ മെഡിക്കൽ ഓഫീസേഴ്സിനും ഡയേറിയ നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ച് നമ്മളൊരു സ്റ്റേറ്റ് ലെവലിൽ നമ്മളൊരു ട്രെയിനിങ് കൊടുക്കാറുണ്ട്. ഈ പ്രാവശ്യവും നമ്മൾ ട്രെയിനിങ് കൊടുത്തിരുന്നു. ഫെബ്രുവരി 1-ാം തീയതി ഓൺലൈനായിട്ടാണ് നമ്മൾ സ്റ്റേറ്റ് ലെവൽ ട്രെയിനിങ് ഡിസ്ട്രിക്റ്റിലോട്ട് കൊടുത്തത്. അവിടെ നിന്ന് ഡിസ്ട്രിക്റ്റിൽ നിന്ന് അത് ബ്ലോക്ക് തലത്തിലോട്ടുള്ള ട്രെയിനിങ്ങുകളെല്ലാം നടന്നു കഴിഞ്ഞു. അത് അവിടെയുള്ള മെഡിക്കൽ ഓഫീസേഴ്സിന് ബ്ലോക്ക് കോൺഫറൻസിൻ്റെ സമയത്ത്, അതല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഓൺലൈനായിട്ട് നമ്മുടെ ഡിസ്ട്രിക്റ്റ് ലെവൽ TOTs ബാക്കിയുള്ളവർക്ക് ഈ പറഞ്ഞ ട്രെയിനിങ് കൊടുത്ത് അവരെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്നതാണ്. ഈ രീതിയിലാണ് നമ്മൾ ഈ IDCFൻ്റെ ആക്ടിവിറ്റീസ് മുന്നോട്ട് പോകുന്നത്. ഡോക്ടർ, പാലാരിവട്ടത്ത് നിന്നും ആശ എന്നൊരു പ്രേക്ഷക ചേരുന്നുണ്ട്. ആശ, ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ, പറഞ്ഞോളൂ മാഡം, കേൾക്കാം. എന്റെ മോന് 10 വയസ്സായി. അവന് വൈറസ്വല്യത്തിന്റെ പ്രശ്നമുണ്ട്. അവന് ആയുർവേദത്തിൽ നിന്ന് മരുന്ന് വാങ്ങി കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ കഴിഞ്ഞ മാസം കൂടെ കൊടുത്താണ്. പക്ഷെ പിന്നെയും അവന്റെ ബുദ്ധിമുട്ട് ഭയങ്കരമായിട്ടുണ്ട്. എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ഇതിൽ പല ആൾക്കാർക്കും ഈ പല കുട്ടികൾക്കും പല രീതിയിലായിരിക്കും, അല്ലെങ്കിൽ ഒരുപാട് വില കൂടുതലാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ട്. ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ റെക്കമെൻഡ് ചെയ്യുന്നത് 6 മാസത്തിലൊരിക്കൽ ഈ വിര ഇളക്കുക എന്നുള്ളതാണ്. അതിനായിട്ട് നമ്മൾ സാധാരണ ഒരു സിറപ്പ് നമ്മൾ കൊടുക്കാറുണ്ട്. ഒരു 20 ml സിറപ്പ്
ഫുള്ളായിട്ട് കൊടുക്കുക. അതല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മുടെ ഈ നാഷണൽ ഡീവേമിംഗ് ഡേ ഇപ്പം നടന്നു വരികയാണ്. അത് ഫെബ്രുവരി 8-ാം തീയതി ആയിരുന്നു. അന്നത്തെ ദിവസം സ്കൂളിൽ നിന്ന് അത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ മോപ്പപ്പ് ഡേ എന്ന് പറയുന്നത് ഫെബ്രുവരി 15-നാണ്, അതായത് ഡേ ആഫ്റ്റർ ടുമാറോ. അപ്പോൾ അന്നത്തെ ദിവസം ഇത് കൊടുക്കുക എന്നുള്ളതാണ്. അതിൽ 1 വയസ്സിനും 2 വയസ്സിനും ഇടയിലുള്ള കുട്ടികളാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് പകുതി ഗുളിക, അതായത് 400 mgയുടെ ഒരു ആൽബൻഡസോളിൻ്റെ ഗുളികയാണ് നമ്മൾ സാധാരണ കൊടുക്കുന്നത്. അതിൻ്റെ പകുതി ആണ് നമുക്ക് ഈ പറഞ്ഞ 1 വയസ്സിനും 2 വയസ്സിനും ഇടയിലുള്ള കുട്ടികൾ കഴിക്കേണ്ടത്. ഇപ്പോൾ താങ്കളുടെ കുട്ടി അതിനേക്കാളും പ്രായമുള്ളതായതുകൊണ്ട് 2 വയസ്സിന് മുകളിലുള്ളതായതുകൊണ്ട് ഫുൾ ഗുളിക കഴിക്കാം. അപ്പോൾ അത് ചവച്ചരച്ച് നമുക്ക് കഴിക്കാവുന്നതാണ്. അപ്പോൾ ആ രീതിയിൽ അത് നോക്കുക. ഇല്ലയെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് മാറിയില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു നമ്മുടെ ഹോസ്പിറ്റലിലെ ഒരു ഡോക്ടറെ കണ്ട് വിദഗ്ധ ചികിത്സ നോക്കണം. കാര്യം ചിലപ്പം നമുക്ക് ഈ ഇൻറ്റൻസിറ്റിനകത്ത് ഈ പറഞ്ഞ പോലെ ഒരുപാട് നമ്പേഴ്സ് കൂടുതലാണെന്നുണ്ടെങ്കിൽ ഈ വേംസ് ഈ ഇൻറ്റൻസ്റ്റൈനൊക്കെ പ്രശ്നം ഉണ്ടാക്കാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ അതിന് ഈ അൾട്രാസൗണ്ട് സോണോഗ്രാഫി പോലെയുള്ള പരിശോധനകളൊക്കെ ചിലപ്പോൾ ആവശ്യമായിട്ട് വേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് കുഞ്ഞിനെ തൊട്ടടുത്തുള്ള നമ്മുടെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലൊന്ന് കാണിക്കുക. ഡോക്ടർ, അതുപോലെ തന്നെ ഈ വയറിളക്ക രോഗങ്ങൾക്ക് ചികിത്സാ മാർഗ്ഗങ്ങൾ എന്തെല്ലാമായിരിക്കും? വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ഉടൻ പരിഹാരം കാണുന്ന രീതിയിലുള്ള എന്തെങ്കിലും മാർഗ്ഗങ്ങളുണ്ടോ? ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമുക്ക് ഈ ഡീഹൈഡ്രേഷൻ്റെ ഒരു ഇത് വെച്ചിട്ടാണ് അതിൻ്റെ ഒരു സിവിയറിറ്റി നമ്മൾ നോക്കാറുള്ളത്. അപ്പോൾ അതിനകത്ത് ഡീഹൈഡ്രേഷൻ ഒന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ കൊച്ചു വളരെ ആക്റ്റീവ് ആയിരിക്കും, നല്ല ചിരിക്കുകയും കളിക്കുകയൊക്കെ ചെയ്യും. നമ്മളതിനൊരു സെൻസോറിയം എന്നാണ് പറയുന്നത്, ഓക്കെ ആയിരിക്കും. അതേസമയം കൊച്ചു കുറച്ച് ലെത്താർജിക്കാണ്, അതല്ലാന്നുണ്ടെങ്കിൽ കളിക്കാനും ചിരിക്കാനും ഒക്കെ ഒരു ഉദാസീനതയുണ്ട്. അതല്ലെങ്കിൽ അതിന് സങ്കൺ ഐസാണ്, ഈ കണ്ണ് ഏകദേശം കുഴിഞ്ഞതുപോലെ. കുഞ്ഞു കൊച്ചുങ്ങളൊക്കെ ആണെങ്കിൽ അതിൻ്റെ ഫോണ്ടല്ലേന്ന് നമ്മൾ പറയും, ഇതിൻ്റെ പതപ്പിൻ്റെ അവിടെ ഇങ്ങനെ താന്നിരിക്കുന്ന ഒരവസ്ഥ. പിന്നെ നമ്മൾ നോക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ വയറിൻ്റെ ഈ ഭാഗത്താണ്, ഈ അംബലിക്കസിൻ്റെ ഇവിടെ നിന്ന് നമ്മൾ റൈറ്റ് സൈഡിലോട്ട് ഈ 2 ഫിംഗേഴ്സ് ഉപയോഗിച്ചിട്ട് ഈ സ്കിൻ ടെർഗർ ഒന്ന് നോക്കും, നമ്മളിങ്ങനെ പിഞ്ച് ചെയ്ത് നോക്കും. അപ്പോൾ അത് വളരെ സ്ലോ ആയിട്ടാണ് പോകുന്നതെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അവിടെ ഡീഹൈഡ്രേഷൻ ഉണ്ട് എന്നുള്ള രീതിയിലാണ്. അപ്പോൾ അത് വളരെ കൂടുതലാണെന്നുണ്ടെങ്കിൽ അത് സിവിയർ ഡീഹൈഡ്രേഷൻ എന്ന് ചോദിച്ചാൽ വളരെ സ്ലോ ആയിട്ടാണ് തിരിച്ചു പോകുന്നതെങ്കിൽ, അതായത് 2 സെക്കൻഡിനേക്കാൾ കൂടുതൽ നേരം അത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ആ ഒരു കാറ്റഗറിയിലോട്ട് എടുക്കുകയും അതിനുള്ള ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും ചിലപ്പം നമുക്ക് ഈ പറഞ്ഞ പോലെ IV ഫ്ലൂയിഡോ കാര്യങ്ങളൊക്കെ നമുക്ക് ചിലപ്പോൾ കൊടുക്കേണ്ടി വരും. അതുപോലെ നമുക്ക് ആ രോഗങ്ങൾ എന്താണ് എന്നുള്ളത് കൃത്യമായിട്ട് അറിയണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ വിദഗ്ധ ചികിത്സയ്ക്കായിട്ട് നമ്മുടെ ഡോക്ടേഴ്സിനെ, അതായത് നമ്മുടെ ആരോഗ്യ കേന്ദ്രങ്ങളിൽ നമ്മൾ സമീപിക്കേണ്ടതായിട്ട് വരും. പക്ഷേ വീടുകളിലൊക്കെ ആണെന്ന് ഇപ്പോൾ ഈ പറഞ്ഞ ORS പാക്കറ്റ് ഇല്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പോലും നമുക്ക് ഒരു ORS സൊല്യൂഷൻ നമുക്ക് ഉണ്ടാക്കാം. നമ്മളിപ്പം ഈ ടീസ്പൂൺ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 6 ടീസ്പൂൺ ഷുഗറും അതുപോലെ ഒരു 1/2 ടീസ്പൂൺ സോൾട്ടും 1 ലിറ്റർ തിളപ്പിച്ചാറിയ വെള്ളം ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളൊരു സൊല്യൂഷൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് ഈ ഓറൽ റീഹൈഡ്രേഷൻ സൊല്യൂഷന് പകരമായിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ എല്ലാം കൂടെ ഒരുമിച്ച് അവർക്ക് കൊടുക്കാതെ അല്പാൽപമായിട്ട് നമ്മൾ കൊടുക്കാനായിട്ട് നോക്കണം. പിന്നീട് മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പലപ്പോഴും ഈ പറഞ്ഞ പോലെ നമ്മുടെ ഈ കരിക്കും വെള്ളമൊക്കെ കുട്ടികൾക്ക് ഈ വയറിളക്കം വരുന്ന സമയത്ത് കൊടുക്കുന്നതായിട്ടൊക്കെ കാണാം. അത് പക്ഷേ ഒരുപാട് കൂടുതലായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിലൊരു ലാക്സേറ്റീവ് എഫക്റ്റ് ഉണ്ടാവാം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയറിളക്കം വീണ്ടും കൂടാനുള്ളൊരു സാധ്യതയുണ്ട്. അതുകൊണ്ട് ചെറിയ ഡീഹൈഡ്രേഷൻ ഒക്കെ ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ കരിക്കും വെള്ളമൊക്കെ അഥവാ കൊടുക്കുന്നെങ്കിൽ പോലും അതൊരു ക്വാണ്ടിറ്റി ഒരു അല്പാൽപമായിട്ട് മാത്രം നമ്മൾ കൊടുത്താൽ മതി. ഒരുപാട് കരിക്കും വെള്ളവും കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും അത് കൂടാനായിട്ടുള്ള സാധ്യതയുണ്ട്. പിന്നെ അത് എന്തുകൊണ്ടാണ് ഈ അസുഖം എന്നുള്ളത് അത് കണ്ടുപിടിക്കേണ്ടി വരും. അത് നമ്മുടെ ഡോക്ടേഴ്സിൻ്റെ അടുത്ത്, അതായത് ഡീഹൈഡ്രേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊരു ഡേഞ്ചർ സൈനാണ്. അപ്പം അത് നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ വിദഗ്ധ ചികിത്സയ്ക്കായിട്ട് നമ്മുടെ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് തന്നെ നമ്മൾ കൊണ്ടുപോകണം. ഡോക്ടർ, അതുപോലെ പലർക്കും ഉള്ളൊരു സംശയമാണ് ഈ കുട്ടികളിൽ ORS സിങ്കിൻ്റെ ഡോസേജ് എങ്ങനെയാണ്? ORS ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമുക്ക് ഡീഹൈഡ്രേഷൻ ഒന്നും ഇല്ലയെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഓരോ പ്രാവശ്യവും ഈ പറഞ്ഞ പോലെ നമ്മുടെ വയറ്റിൽ നിന്ന് പോകുന്നതനുസരിച്ച് 2 മാസം വരെയുള്ള കുട്ടികളാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു 5 ടീസ്പൂൺ വരെ പോകാം. നമ്മൾ ഈ ടീസ്പൂണും ടേബിൾ സ്പൂണും തമ്മിൽ വ്യത്യാസമുണ്ട്. ടീസ്പൂൺ ഏകദേശം ഒരു 5 ml ആണെങ്കിൽ ടേബിൾ സ്പൂണിൽ ഏകദേശം 15 ml ആണ് കൊള്ളുന്നത്. അപ്പോൾ അതുകൊണ്ട് ടീസ്പൂൺ എന്ന് ഉദ്ദേശിക്കുമ്പോൾ ആ ടീസ്പൂണിൽ തന്നെ നമ്മൾ കൊടുക്കാനായിട്ട് നോക്കണം. ഈ 2 മാസം വരെയുള്ള കുട്ടികൾക്ക് ഒരു പ്രാവശ്യം പോകുമ്പോൾ ഈ പറഞ്ഞ പോലെ 5 ടീസ്പൂണിൽ കൊടുക്കാം. ഡീഹൈഡ്രേഷൻ ഒന്നും ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് അല്പാൽപമായിട്ട് വേണം കൊടുക്കാൻ. അതുപോലെ ബ്രസ്റ്റ് ഫീഡിങ്ങും ഇതിൻ്റെ കൂടെ ചെയ്യുന്ന കുട്ടികളൊക്കെ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ കൊടുക്കുന്ന കുട്ടികളാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ സമയത്ത് ബ്രസ്റ്റ് ഫീഡിങ് നമ്മൾ കണ്ടിന്യൂ ചെയ്യണം. പല ആൾക്കാരും അത് കണ്ടിന്യൂ ചെയ്ത് കാണാറില്ല. അതുപോലെ ഈ ഒരു സമയത്ത് അവർക്ക് കൂടുതൽ ഈ വയറുന്ന ഈ ജലാംശവും ലവണങ്ങളും ഒക്കെ നഷ്ടപ്പെട്ടു പോകുന്നത് കൊണ്ട് അത് റീപ്ലെനിഷ് ചെയ്യും. അതിനകത്ത് മെയിനായിട്ടുള്ള നമ്മുടെ കണ്ടൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഡിയം, അതുപോലെ പൊട്ടാഷ്യം, അതുപോലെ ക്ലോറിൻ, ബൈകാർബണേറ്റ് തുടങ്ങിയ ലവണങ്ങളാണ് നമുക്കത് കൂടുതലായിട്ടും ഈ ORSലുള്ളത്. അപ്പോൾ ഇത് നമ്മുടെ ക്ഷീണവും കാര്യങ്ങളും എല്ലാം അകറ്റും. ഇതോടൊപ്പം തന്നെ നമ്മൾ ഈ സിങ്ക് നമ്മൾ കൊടുക്കുമ്പം സിങ്കിൻ്റെ
കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു 2 മാസം മുതൽ 6 മാസം വരെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 10 mg മതി. മീൻസ് ആ 20 mg ഇത് കിട്ടുന്നതിൻ്റെ പകുതി മാത്രം നമ്മൾ അലിയിച്ച് അവർക്ക് കൊടുത്താൽ മതി. കൊച്ചുകുട്ടികളൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്കത് അലിയിച്ച് തന്നെ കൊടുക്കണം. അത് ഒന്നുകിൽ ബ്രസ്റ്റ് മിൽക്കിൽ കൂടി കൊടുക്കാം, അതല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ തിളപ്പിച്ചാറ്റിയ ആ വെള്ളത്തിൽ തന്നെ നമുക്കത് കൊടുക്കാൻ പറ്റും. അങ്ങനെ അത് 2 മാസം മുതൽ 6 മാസം വരെ. 6 മാസത്തിന് മുകളിലോട്ട് അഡൾട്ട് ആണെങ്കിൽ പോലും നമ്മൾ ഈ കൊടുക്കുന്നത് നമ്മൾ 14 ദിവസത്തേക്ക് കൊടുക്കണം. അതുപോലെ 20 മില്ലിഗ്രാമിൻ്റെ ഗുളികയാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. പക്ഷേ പലപ്പോഴും നമുക്കുള്ള വരുന്നൊരു ഇഷ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളത് 14 ഡേയ്സ് നമ്മളത് കഴിക്കാറില്ല. അപ്പോൾ അതൊരു ബുദ്ധിമുട്ടാണ്. ഇത് കഴിക്കുന്നതുകൊണ്ടുള്ള ഒരുപാട് പ്രയോജനങ്ങളുണ്ട്. അതായത് ഇപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ഫ്രീക്വൻസി, നമ്പർ ഓഫ് ടൈംസ് നമ്മൾ ടോയ്ലറ്റിലൊക്കെ പോകുന്നത് അത് തടയാൻ പറ്റും സിങ്ക് ഗുളിക കഴിച്ചാൽ. അതുപോലെ അതിൻ്റെ ഒരു സിവിയറിറ്റി അത് നമുക്ക് കുറയ്ക്കാൻ പറ്റും ഈ സിങ്ക് ഗുളിക കഴിച്ചാൽ. അതുപോലെ ഇതിൻ്റെ അബ്സോർപ്ഷൻ, ORS ഒക്കെ കുടിക്കുന്നതിൻ്റെ ഒരു അബ്സോർപ്ഷൻ അത് നമുക്ക് കൂട്ടാൻ പറ്റും. അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട് നമ്മൾ ഈ സിങ്ക് കഴിച്ചാൽ. അപ്പോൾ അതിനെ രണ്ടും നമ്മൾ ഈ പറഞ്ഞ പോലെ നാളെ സ്റ്റാർട്ട് ചെയ്തതിൻ്റെ മറ്റൊരു ഉദ്ദേശം തന്നെ ഈ പറഞ്ഞ നാളെ വാലൻറ്റൈൻസ് ഡേ ആണ്. അപ്പോൾ ഈ ORSഉം സിങ്കും തമ്മിലുള്ള ഒരു പ്രണയമാണ് നമ്മൾ അതിനകത്തൊരു IECയുടെ ഒരു മെറ്റീരിയലിന് പ്രിപ്പറേഷന് വേണ്ടിയിട്ട് നമ്മൾ വെച്ചിരിക്കുന്നത്. അപ്പോൾ കഴിയുന്നതും അതൊരു ജോഡി നമ്പർ 1 ആയിട്ട് തന്നെ ഡയറിയോടൊപ്പം ഇത് രണ്ടും കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. ഡോക്ടർ, അതുപോലെ ഈ വയറിളക്ക രോഗങ്ങൾ തടയുന്നതിൽ പൊതുവെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമായിരിക്കും? തീർച്ചയായും ശുചിത്വത്തിന് ഇതിന് വലിയൊരു പ്രാധാന്യമില്ലേ? തീർച്ചയായിട്ടും. കാരണം നമുക്ക് ആദ്യം വേണ്ടത് നമുക്ക് വ്യക്തി ശുചിത്വമാണ്. അതിൽ തന്നെ നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാതെ പല കാര്യങ്ങളും ചെയ്യാറുണ്ട്. ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ പലപ്പോഴും നമ്മൾ കോൺഫറൻസിനോ അല്ലെങ്കിൽ വല്ല മീറ്റിങ്ങിനോ അല്ലെങ്കിൽ ചടങ്ങിനോ ഒക്കെ പോകുമ്പോൾ അവിടെ ബഫേ ഒക്കെ ആയിരിക്കും. അപ്പോൾ ആ സമയത്ത് പലരും ആ ക്യൂവിൽ ആദ്യമേ ഇത് കിട്ടിയിട്ട് പെട്ടെന്ന് വീട്ടിൽ പോകാനായിട്ട് കൈ കഴുകാതെ പോകുന്ന ഒരു ശീലം കാണാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ച് തന്നെ കഴുകുക. കഴിയുന്നത് ഒരു 20 സെക്കൻഡെങ്കിലും ഏറ്റവും മിനിമം നമ്മൾ കഴുകാനായിട്ട് ശ്രമിക്കുക. പിന്നെ നമ്മുടെ കൈനഖങ്ങളെല്ലാം നമ്മൾ വെട്ടി കൈകളെല്ലാം നല്ല വൃത്തിയായിട്ട് നമ്മൾ സൂക്ഷിക്കുക. കയ്യിലാണെങ്കിലും കാലിലാണെങ്കിലും നഖങ്ങളെല്ലാം നമ്മൾ ക്ലീൻ ചെയ്ത് സൂക്ഷിക്കുക. അതുപോലെ ഈ ആഹാര പദാർത്ഥങ്ങളെല്ലാം വീടുകളിൽ നമ്മൾ അടച്ച് സൂക്ഷിക്കുന്ന ഒരു സ്വഭാവം നമുക്ക് വളരെ നല്ലതായിരിക്കും. കാര്യം ഈ ഫ്ലൈസ് ഒക്കെ വഴി നമുക്ക് വേറെ ഈ ഫുഡ് എല്ലാം കണ്ടാമിനേറ്റഡ് ആവുന്ന ഒരു പ്രശ്നം നമുക്ക് പലപ്പോഴും ഉണ്ടാകാറുണ്ട്. ഇതോടനുബന്ധിച്ച് തന്നെ നമ്മുടെ വെള്ളവും നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ വീടുകളിലെ വെള്ളവും നമ്മൾ ഈ പറഞ്ഞ പോലെ കിണറിൽ നിന്നൊക്കെ എടുക്കുന്ന വെള്ളമൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ക്ലോറിനേഷൻ ചെയ്യുകയും റെഗുലറായിട്ടുള്ള ഇടവേളകളിൽ നമ്മൾ ആ വെള്ളം നമ്മൾ ടെസ്റ്റ് ചെയ്ത് വാട്ടർ ക്വാളിറ്റി ചെക്ക് ചെയ്ത് നോക്കുന്നതും വളരെ നല്ലതായിരിക്കും. അത് കഴിഞ്ഞിട്ട് വാട്ടർ ക്വാളിറ്റിയിൽ പ്രശ്നമുണ്ട്, അത് പോർട്ടബിൾ വാട്ടർ അല്ല എന്ന് പറയുന്നപ്പം ഈ കോളിഫോം ഒക്കെ ഉണ്ട് എന്നൊക്കെ കാണിക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ക്ലോറിനേഷനും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ സൂപ്പർ ക്ലോറിനേഷനും ചെയ്യണം. അത് കഴിഞ്ഞതിന് ശേഷവും ഒരു 2 ആഴ്ച കഴിഞ്ഞതിന് ശേഷം നമ്മൾ വീണ്ടും ആ വെള്ളം എടുത്ത് ടെസ്റ്റ് ചെയ്ത് പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് ഉറപ്പുവരുത്തണം. കാരണം ചിലപ്പം ഒരു കണ്ടാമിനേഷൻ ആയിരിക്കും അത് ഈ വേറെ ഏതെങ്കിലും ഒരു പാസേജ് വഴി ഈ കിണറ്റിലോട്ട് വരുന്നത്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് അറിയണമെങ്കിൽ വീണ്ടും നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാലേ നമുക്കത് അറിയാൻ പറ്റും. സാധാരണഗതിയിൽ അതങ്ങനെ ആരും ചെയ്യാറില്ല. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ പരിസര ശുചിത്വവും വ്യക്തി ശുചിത്വവും എല്ലാം ഇതിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ നമ്മുടെ വീടുകളിലെല്ലാം കിടപ്പ് രോഗികൾ ഉണ്ടാവും. അപ്പോൾ അവരുടെ എല്ലാം അഡൾട്ട് ഡൈപ്പേഴ്സ്, അതുപോലെ കുട്ടികളുടെ ഡൈപ്പേഴ്സ് ഇതെല്ലാം നമ്മൾ ക്ലീൻ ചെയ്യാറുണ്ട്. ക്ലീൻ ചെയ്തതിന് ശേഷവും നമ്മളെ കൈകളെല്ലാം വളരെ ശുദ്ധമായിട്ട് ആയിരിക്കാനായിട്ട് നമ്മൾ ഈ പറഞ്ഞ പോലെ സോപ്പും വെള്ളവും ഉപയോഗിച്ച് കഴുകണം. പല ആൾക്കാരുടെയും വീടുകളിൽ പെറ്റ്സൊക്കെ കാണും. അപ്പോൾ അത് ക്യാറ്റ്സ് ആണെങ്കിലും ഡോഗ്സ് ആണെങ്കിലും അവരുടെ എല്ലാം വിസർജ്യങ്ങളെല്ലാം നമ്മൾ എടുത്ത് മാറ്റി കഴിഞ്ഞതിന് ശേഷം വീണ്ടും നമ്മൾ കൈകൾ കൃത്യമായിട്ട് നമ്മൾ കഴുകണം. അതുപോലെ നമ്മുടെ ഈ ഫുഡ് മെറ്റീരിയൽസ് എല്ലാം അത് വെജിറ്റബിൾസ് ആണെങ്കിലും വളരെ നന്നായിട്ട് നമ്മൾ നല്ല വെള്ളത്തിൽ നമ്മൾ കഴുകണം. അതുപോലെ കുട്ടികൾക്ക് നമ്മൾ വെള്ളം വായൊക്കെ കൊപ്പിളിക്കാനും നമ്മൾ പല്ല് തേക്കാനും ഒക്കെ എടുക്കുന്ന വെള്ളമെല്ലാം ശുദ്ധജലമായിരിക്കണം. അപ്പോൾ അതുപോലെയുള്ള ഓരോ കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ വളരെ നന്നായിരിക്കും. അതുപോലെ ഫുഡ് പ്രോഡക്റ്റ്സ് പോലും നമ്മൾ പാകം ചെയ്തതും പാകം ചെയ്യാത്തതുമായിട്ടുള്ളത്, അതായത് ഇനി പ്രിപ്പയർ ചെയ്യാനുള്ളതും തമ്മിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് വെക്കണമെന്നാണ് ലോകാരോഗ്യ സംഘടന പോലും പറയുന്നത്. അപ്പം ഈ ശുചിത്വത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ പ്രത്യേക ശ്രദ്ധ കൊടുക്കണം. അത് ആഹാരം കഴിച്ചിട്ടും അതുപോലെ നമ്മൾ ടോയ്ലറ്റിലെല്ലാം പോയി വന്നതിന് ശേഷവും ഈ സോപ്പ് ഉപയോഗിച്ച് കൈയും വെള്ളവും കഴുകുന്നത് ഒരു ശീലമാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ മാത്രമേ അത് നമുക്ക് വീണ്ടും സസ്റ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. അത് നമ്മുടെ പാരൻസ് തന്നെ ചെയ്ത് കാണിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ കുട്ടികളിലും ആ ഒരു ശീലം നമുക്ക് വളർത്തിയെടുത്തു കൊണ്ടുവരാനായിട്ട് പറ്റത്തുള്ളൂ. കുട്ടികളിലെ വയറിളക്ക രോഗങ്ങളെ എങ്ങനെ പ്രതിരോധിക്കാം എന്നതിനെക്കുറിച്ചാണ് ഹലോ ഡോക്ടർ ഇന്ന് ചർച്ച ചെയ്തത്. നമ്മുടെ സംശയങ്ങൾക്ക് മറുപടി നൽകിയത് കേരള ഡയറക്ടറേറ്റ് ഓഫ് ഹെൽത്ത് സർവീസസിലെ ORT വിഭാഗം അസിസ്റ്റന്റ് ഡയറക്ടർ ഡോക്ടർ ബിനോയ് എസ് ബാബുവാണ്. വളരെയധികം നന്ദി ഡോക്ടർ. താങ്ക് യു. ഹലോ ഡോക്ടർ പൂർണ്ണമാകുന്നു. നമസ്കാരം.